തിരിച്ചു വന്നു എവിടെയോ പോയി എന്നൊക്കെ പറയുന്നത് കുറച്ച് പേര് പറയുന്ന കാര്യമാണ്. അതിലൊന്നുമില്ല. ഞാൻ 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാനും അറിയില്ല. ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണെങ്കിൽ ആത്യന്തികമായി എൻ്റെ മനസ്സിൽ പോയത് എനിക്ക് വേണ്ടിയാണല്ലോ ലാൽ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒടിയനും എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല സിനിമയാണ്. വാല്യുവിനും ഉറപ്പായിട്ടും തികച്ചും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നിങ്ങൾ ഈ പറയുന്ന ഭ്രാന്തമായ ചിന്തകളൊക്കെ കടന്നു പോകുന്ന സിനിമ തന്നെയാണ്. എന്നെ മാത്രം കുറ്റം പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങളൊരു സിനിമ ചെയ്തിരിക്കുന്നു, 25-ാം തീയതിയാണ് റിലീസ്. നിങ്ങൾ കാണൂ, കണ്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കൂ. കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാവുന്നത്. ആ കടലിൻ്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യൻ്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. മലയാളികളാകെ കാത്തിരിക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മോഹൻലാൽ സിനിമ മലൈക്കോട്ടെ വാലിബൻ്റെ വിശേഷങ്ങളാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ, ഹരീഷ് പേരടി, ഷിബു ബേബി ജോൺ, ടിനു പാപ്പച്ചൻ, സ്വാഗതം. താങ്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം? എങ്ങനെയാണ് ഈ സിനിമ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത്? കഥാപാത്രം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്നൊരു പേര് കിട്ടാനൊരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് ഒരു പക്ഷേ നേരത്തെ ഈ പറഞ്ഞ കടലിൻ്റെ അടിയിൽ നിന്നാണ് സൂര്യൻ ഉണ്ടാകുന്നതെന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാം. അതൊരു പ്രഡിക്ഷൻ പോലെ ഒരാളിരുന്ന് പറയുന്നതായിട്ടാണ് ട്രെയിലറിൽ വന്നിരിക്കുന്നത്. അപ്പം അതൊരു പക്ഷേ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഹിൻ്റാണ്. കടലിൻ്റെ അടിയിൽ നിന്ന് ഒരു സൂര്യൻ ഉണ്ടാകും, അത് നിങ്ങളുടെ ചാമ്പലാക്കും എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻ പറയുന്ന പോലെയാണ്, ഒരു പ്രിമോണിഷൻ പോലെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആൾ, നമ്മളിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അയാളൊരു യോദ്ധാവായിട്ട് തോന്നാം. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ടൈമോ ഇത് എവിടെയാണ് നടന്നതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കാര്യം അത് പറയാൻ അങ്ങനെ ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഏത് സമയത്ത് നടന്നെന്നോ എവിടെ നടന്നെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു കഥയായിട്ടാണ് ഇതിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ചിത്രകഥ പോലെയോ അല്ലെങ്കിൽ ഒരു നാടോടി കഥ പോലെയോ, പിന്നെ പാടി നടന്ന ഈ പാട്ടുകളുണ്ടല്ലോ, വടക്കൻ പാട്ടുകളിൽ, പിന്നെ പാണൻ പാടി നടന്നു പ്രകീർത്തിച്ചു എന്നൊക്കെ പറയുന്ന ഒരു തോട്ടിലുള്ള ഒരു സിനിമയാണ്. ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിബൻ്റെ വീരകഥകൾ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആൾക്കാർക്ക് മലൈക്കോട്ടെ വാലിബനെ പറ്റി മനസ്സിലാകുന്നത്. ഒരു സിനിമയുടെ ഏറ്റവും ഭയങ്കര സ്വപ്നമായി തോന്നുന്നതാണ് അതിനൊരു കാലമില്ല അല്ലെങ്കിൽ ദേശമില്ല. ഇപ്പോൾ അതിന്റെ സംവിധായകൻ പറയുന്ന ഒരു ജോണർ പോലും ഇല്ല എന്നുള്ളതാണ്. താങ്കൾ പറയുന്നതിൽ ഒരുപാട് ഇമോഷൻ, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് എല്ലാം ആവാമല്ലോ. ഒരു മനുഷ്യന് ഒരു ഹ്യൂമൻ അല്ലേ. അപ്പോൾ ഹ്യൂമൻ ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ കാലദേശങ്ങളില്ലല്ലോ. അതിനെ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൽ പല മാറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഭാഷയിലായാലും അതിൻ്റെ പിന്നെ സോങ്ങുകളിലായാലും അതിൻ്റെ നൃത്തത്തിലായാലും സംഘടനത്തിലായാലും ഒരു വ്യത്യസ്തത പുലർത്താൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയോടൊപ്പമുള്ള സിനിമയിലെ ഓരോ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ താങ്കൾക്കും വലിയ തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായി സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും, അതിനൊരു ഓർഗാനിക് ഹൈപ്പ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ, മുമ്പ് ഒരുപാട് സംവിധായകർക്കൊപ്പം പല കാലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് താങ്കൾ. എന്തെങ്കിലുമൊക്കെ പ്രത്യേകത അനുഭവപ്പെട്ടോ? ഇല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ലെന്ന രീതിയിലാണ് അസാധാരണമായ ഒരു സിനിമ, സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ അസാധാരണ എന്ന് പറഞ്ഞത്. അപ്പം അതിന് ഏറ്റവും പറ്റിയ ഒരു കാര്യം ഇത്തരം ഒരു കഥയാണെന്ന് നമ്മൾ കണ്ടെത്തി. ആ കഥ എങ്ങനെ പറയണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. അപ്പോൾ അത് ആ കോസ്റ്റ്യൂമായാലും ആ കാലഘട്ടമായാലും അതിൻ്റെ കളർ സ്കീമായാലും അതിൻ്റെ ലൊക്കേഷൻസ് ആയാലും ഒക്കെ അതിലൊരു പുതുമ കൊണ്ടുവന്നു. അതിപ്പോൾ എവിടെ വേണമെങ്കിലും കാണിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ സിനിമ നിങ്ങൾ തെലുങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തോന്നാവൂ ഇത് നമ്മുടെ എവിടെയോ ഉണ്ടായ ഒരു കഥയാണ്. അതുപോലെ ഹിന്ദിയിലും എല്ലാ ഭാഷയിലും ഇതിനൊരു ആ ഒരു ജോണറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു പക്ഷേ സിനിമയുടെ ഒരു ഗ്രാമറിനെ ബ്രേക്ക് ചെയ്തുള്ള സിനിമയായിരിക്കും. പിന്നെ വിഷ്വലായിട്ട് ഇത് വളരെയധികം പോസിബിലിറ്റീസ് ഉള്ള ഒരു സിനിമയാക്കി അദ്ദേഹം മാറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെ ക്യാമറ ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ആയാലും അതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് ആക്ടേഴ്സ് ആയാലും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് ഒരു ഡിഫറൻറ്റ് ഫിലിമാണ് ഇതെന്ന് പറയാൻ പറ്റുന്നത്. താങ്കളുടെ ഈ സിനിമയിലുള്ള അനുഭവം എങ്ങനെയായിരുന്നു? മോഹൻലാലിനൊപ്പമുള്ള 6ാമത്തെ സിനിമയാണ്, മാത്രമല്ല ജോസഫ് പല്ലിശ്ശേരിയുടെ ഒപ്പമുള്ള സിനിമയും കൂടി. അപ്പോൾ ഈ ഇരട്ടി മധുരം എങ്ങനെയായിരുന്നു ഈ സിനിമയിലുള്ളത്? ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് താങ്കളുടെ?
ഇത് സത്യത്തിൽ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു നാടോടി ഗ്രൂപ്പിൻ്റെ ഒരു പഴയ കാലത്തിലൂടെയുള്ളൊരു യാത്രയാണ്. കാലം കൃത്യമായിട്ട് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ ഇതിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഏത് കാലത്തിലൂടെയാണെങ്കിലും മനുഷ്യൻ്റെ മനസ്സും തലച്ചോറും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു അന്വേഷണം പോലെ തോന്നി അതിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് ഈ കാലത്തിലുള്ള ആളുകളോടും സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. പഴയ കാലത്തിലൂടെ യാത്രയാണെങ്കിൽ പോലും ഈ കാലത്ത് ഇരുന്ന് പ്രേക്ഷകനോടും കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ് ആ സിനിമ. അതുകൊണ്ട് ഈ സിനിമ വളരെ ജനകീയമായൊരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവർക്കും, ഏത് തട്ടിലുള്ള ആളുകൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന സിനിമയാണ്. അതല്ലാതെ ഒരു പ്രത്യേക ഓഡിയൻസിനെ മാത്രം കണ്ടെടുത്ത സിനിമയല്ല. അത് ഏത് തട്ടിലുള്ള ആൾക്കും അവനവൻ്റെ രീതിയിൽ ഇരുന്ന് ആസ്വദിക്കാവുന്ന സിനിമയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ള ഫിലോസഫിക്കലായുള്ള പല കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളേണ്ടവർക്ക് പോലെ ഉൾക്കൊള്ളാം. നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും അങ്ങനെയല്ലേ. ഇപ്പം അങ്ങ് തുടങ്ങിയത് തന്നെ പിന്നെ എന്താണ് കണ്ണീരിലും ചോരയിൽ നിന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ ട്രെയിലർ തുടങ്ങിയിരിക്കുന്നത് ജയം ഒരു ലഹരിയാണ്. അതൊക്കെ വളരെ ഒരു എന്താണ് ആ സിനിമയുടെ ഒരു എന്താണെന്നുള്ളതിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലും അങ്ങനെയാണല്ലോ. എല്ലാത്തിനും ഹ്യൂമൻ ഇമോഷൻ പലതും ഒളിപ്പിച്ചു വെക്കുന്നു, പറയാത്ത കാര്യങ്ങൾ പറയുന്നു, പ്രേക്ഷകർ ആഗ്രഹിക്കാത്ത ക്ലൈമാക്സുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ജല്ലിക്കെട്ടിൽ പരിണാമവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആമേലിലാണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന ഇമോഷൻ പോലെ തന്നെ ഈ സിനിമയിലും അത്തരത്തിൽ ഇതിലെ സിനിമയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലും ഉണ്ടാവില്ലേ? ഉണ്ടാകണം, ഉണ്ടാകാം. അത് എത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അതൊരു സിനിമയുടെ ഒരു ഭാഷയിൽ അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങളാണല്ലോ. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും ഈ സിനിമയിൽ. താങ്കൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു പൊളിറ്റീഷ്യൻ സത്യം മാത്രം പറയണമെന്നുള്ളൂ, പക്ഷെ എല്ലാ സത്യങ്ങളും പറയണമെന്നില്ല. അതുകൊണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടുള്ള ചോദ്യത്തോടുള്ള താങ്കളുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഈ സിനിമ താങ്കൾക്ക് അനുഭവമായത്? ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ കൂടി ഒരുപാട് താങ്കൾ മീഡിയസിനെയൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ സിനിമയെ സമീപിച്ചതല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മോഹൻലാലുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിച്ചതാണ്. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യം, സൗഭാഗ്യമായി തന്നെ ഒരു അഭിമാനബോധത്തോടു കൂടിയുള്ള ഒരു സൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഇവരിപ്പോൾ പറഞ്ഞ ഈ കാലദേശങ്ങളില്ല, അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തെ ഈ കഥാപാത്രങ്ങൾ അത് അനുഭവിക്കേണ്ടി വന്നു. ഞാനിരുന്ന് ആലോചിക്കായിരുന്നു. ഇപ്പം ചൂടാണെങ്കിൽ എയർ കണ്ടീഷൻ ഇട്ടാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഈ ചൂടത്ത് അവിടെ നിൽക്കേണ്ടി വന്നു. കൊടും തണുപ്പിൽ സാധാരണ ഒരു ഇതിൻ്റെ തണുപ്പിൽ നിന്ന് സംരക്ഷണ ഹീറ്റർ വെച്ച് മുറിയിലിരിക്കേണ്ടതിന് പകരം ഒരു വാം ക്ലോത്ത്സും ഇല്ലാതെ ഇവർ ആ കാലഘട്ടത്തെ കൂടെ ജീവിക്കേണ്ടി വന്നു. അതൊക്കെ ഞാൻ നിന്ന് നോക്കുമ്പോൾ വലിയൊരു കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണെങ്കിൽ ആത്യന്തികമായി എൻ്റെ മനസ്സിൽ പോയത് എനിക്ക് വേണ്ടിയാണല്ലോ ലാൽ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒറ്റപ്പെട്ട ഒരു ജീവിതം, ഒരു മാസക്കാലം ആ പൊക്രാൻ ഫോർട്ടിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം. എല്ലാ ദിവസവും ആരാധകരിൽ നിന്ന് ഒരു പ്രൈവസി ആഗ്രഹിച്ചിരിക്കുന്ന ഏത് വ്യക്തിക്കും, രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന എനിക്കും ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നും. പക്ഷേ ഒരു മാസമൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ആ നിലയിലേക്ക് അവിടെ ചെന്ന് എത്തുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നത് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, അത് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടർ ടെൻഷൻ നമുക്ക് അവിടെ എല്ലാ ഘട്ടത്തിലും വീക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞു, ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 50,000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റാണ് തുടക്കം മുതൽ അവസാനം വരെ ഇതിനകത്ത് വന്നു പോയത്. ഈ ട്രെയിലറിൽ മാത്രം 1000-ന് മുകളിൽ ആളുകൾ ഏതാണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. അന്നേരം പല ഘട്ടങ്ങളിലും 2000 പേര് വന്ന ദിവസമുണ്ട്. എല്ലാ ദിവസവും ശരാശരി 500 പേരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനെപ്പോഴും പറയുന്നത്, ഇവർക്ക് ഈ ഭാഷ സാധാരണ ഇന്ത്യ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. അവരുടെ കടുത്ത ഭാഷയാണ്. അത് വെച്ച് ഇവരെ അച്ചടക്കത്തോടു കൂടി നയിക്കേണ്ടി വരുന്നതിന് ടിനുവൊക്കെ കിടന്ന് വേളം വെക്കുന്ന അത് കാണുമ്പോഴത്തേക്കിന് ഒരു വലിയ അത്ഭുതമായി, വിസ്മയമായി തന്നെ മറ്റൊരു ലോകത്തേക്ക് ചെന്നെത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതിലൊരു കാര്യമുള്ളത്, ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. പ്രത്യേകിച്ച് ജല്ലിക്കെട്ടിലൊക്കെ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടമുണ്ട്. ആ ആളുകളുടെയൊക്കെ മൈക്രോ എക്സ്പ്രഷൻ വരെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ് സിനിമ സംവിധായകനെ സംബന്ധിച്ച്. അതേപോലെ തന്നെയുള്ളൊരു ഫ്രെയിമാണ് ഈ സിനിമയ്ക്കും ഉള്ളത് എന്നാണ് ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത്രയധികം വിജയിക്കുന്നത്? പുള്ളിയുടെ ഒരു ഹാരോ എനിക്ക് തോന്നുന്നു ആൾക്കൂട്ടത്തെ സംവിധാനം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എല്ലാ സിനിമകളിലും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സിനിമകൾ കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം
അത് എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും കറക്റ്റായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ പുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരുടെയും എക്സ്പ്രഷനെ പറ്റി പുള്ളിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. എല്ലാവരോടും പോയി സംസാരിക്കാറുണ്ട്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഭാഷയൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് പുള്ളി മാനേജ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ സിനിമയെക്കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ പല അഭിപ്രായങ്ങളും ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാകാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. ആദ്യമേ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കഴിഞ്ഞ ഇന്റർവ്യൂകളിലടക്കം മോഹൻലാൽ ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ളൊരു കൂട്ടുകെട്ട്, അത് പുറത്ത് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു താങ്കൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ്. ശരിക്കും ഈ സിനിമയിൽ അത്തരത്തിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അത് ഞാൻ കണ്ടതുകൊണ്ടാണ്. കാരണം അത് ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഞാനുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആസ് എ ഓഡിയൻസ് എന്ന രീതിയിലൊരു സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു നായകൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. അപ്പോൾ ആ ഹൈ ഈ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടപ്പം പിന്നെ അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിലൊക്കെ വന്ന് അത് ഫൈനലി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഹൈ കിട്ടി. ആ ഹൈ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഈ ലൊക്കേഷൻ ഒക്കെ വളരെ വ്യത്യസ്തമായ ലൊക്കേഷനും വ്യത്യസ്തമായ ഫ്രെയിമുകളും ഒക്കെയാണ് നമുക്ക് ട്രെയിലറിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ, കണ്ടിന്യൂസ് ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് ആയിരുന്നു ഇത് മുഴുവൻ? എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫ്രെയിമിനെ പറ്റിയും ലൊക്കേഷനെ പറ്റിയൊക്കെ മധുചേട്ടനുമായിട്ടാണ്. നമ്മളിവിടെ ഇല്ല മധുചേട്ടൻ. അപ്പം ക്യാമറ മധു നീലകണ്ഠനുമായിട്ടായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആദ്യം തന്നെ ഈ കഥ സാറിനോട് പറയുന്നതിന് മുമ്പ് തന്നെ ഈ കഥ എനിക്കറിയാവുന്ന കഥയായിരുന്നു. അപ്പോൾ ഇത് അന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനൊരു ടെറൈനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ലൊക്കേഷൻ നോക്കി ഈ രാജസ്ഥാനിന് മുമ്പ്. പക്ഷേ പുള്ളിക്ക് ഒരിക്കലും കൺവിൻസ്ഡ് ആയ ഒരു ലൊക്കേഷൻ വേറെ എവിടെയും കിട്ടാത്തപ്പോഴാണ് രാജസ്ഥാനിലേക്ക് പോവുകയും പിന്നെ മധുചേട്ടനുമായിട്ട് അവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയും ഒരുപാട് സമയം എനിക്ക് അല്ലേ ക്ഷമിച്ച ഒരുപാട് സമയം ഇത് കണ്ടുപിടിക്കാൻ തന്നെ. കാരണം രാജസ്ഥാനിലാണ് ഷൂട്ടെങ്കിലും രാജസ്ഥാൻ്റെ ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നത് 2 മണിക്കൂറൊക്കെ എടുത്ത് 2-3 മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്ത് പോകണം ഈ സ്ഥലത്തേക്ക് എത്താൻ. കാരണം അവിടെ നിന്നും ഹോട്ടലോ അതിനടുത്തൊന്നും ഹോട്ടലോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലമൊന്നുമില്ല. അപ്പം അത്രയും റിസ്ക് എടുത്തിട്ടാണ് സാറിനെ പോലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അവിടെ എത്തുകയും ഷൂട്ടിങ്. കാരണം പുള്ളിയുടെ മനസ്സിലൊരു പുള്ളിയുടെ തന്നെയാണല്ലോ കഥയും തിരക്കഥയുടെ ഒരു ഭാഗമൊക്കെ ലിജോ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു വിഷനുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ട്രെയിലർ കാണുന്നതൊക്കെ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഒരു വർഷം, അതായത് ഈ സിനിമ തുടങ്ങിയപ്പോൾ ഇത്രയും കാലം ആകുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല സ്വാഭാവികമായി. ചിലപ്പോൾ അതിനേക്കാളും വലിയ ഫ്രെയിമിലേക്ക് സിനിമ മാറിയിട്ടുണ്ടാവും. ആ ഒരു വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് താങ്കൾ ഈ കഴിഞ്ഞ കാലത്തെടുത്ത എഫോർട്ടിനേക്കാൾ കൂടുതലാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫോർട്ട്. അതെങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര? അല്ല, സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു വലിപ്പവും അതിലെ കമ്മിറ്റ്മെൻറ്റും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു ക്ലേശമായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. കാര്യം ഒരു ബെറ്റർമെൻറ്റ് ഓഫ് ദ ഫിലിമിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമകളൊക്കെ മോശമായി പോയിട്ടുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടുകളൊക്കെ വിജയമായിട്ട് മാറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാം, അല്ലേ? അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയാണല്ലോ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഷിബു പറഞ്ഞു ഈ മോഹൻലാൽ ഇങ്ങനെ തണുപ്പത്ത് കിടന്നത് ഞാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് വരെ എനിക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ആഘോഷം എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 25-ാം തീയതി സിനിമ റിലീസാണ്. ഇത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ് ഒരു വർഷം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യവും അറിയാം, അതിൻ്റെ കഥ അറിയാം. ഇതൊക്കെ ഈ ഒരു വർഷത്തിനെ ഞങ്ങൾ 2.5 മണിക്കൂറാക്കി നിങ്ങളുടെ തരുന്ന സമയത്ത് നിങ്ങളത് സ്വീകരിക്കുന്നത് സന്തോഷപൂർവ്വമാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനെ തിരസ്കരിക്കേണ്ട കാര്യമില്ലാത്തൊരു കാര്യത്തിനെ തിരസ്കരിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രസൻറ്റിൽ വളരെ സന്തോഷത്തോടെ ഒരു വർഷം എന്നുള്ളത് ഒരു ഷൂട്ടിങ്ങിനെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ്. മലയാള സിനിമയെ പറ്റി 2 വർഷം 3 വർഷമൊക്കെ എടുത്ത് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വർഷം എന്നുള്ളതൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പരിഭവമോ പരാതികളോ ഒന്നുമില്ല. ഒരു വലിയ, ഞാൻ പറഞ്ഞു, ഒരു ഓർഗാനിക് ഹൈപ്പ് ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. അതുകൂടാതെ നിങ്ങളും ഈ സിനിമയ്ക്ക് ഒരു തിയേറ്ററിൽ ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. കാരണം അങ്ങനെ അത് ചിത്രീകരിച്ചൊരു സിനിമയാണ്. സ്വാഭാവികമായും അത് തിയേറ്ററിൽ ആളുകൾ കാണുമ്പോഴാണ് അതിൻ്റെ ഫ്രെയിമും അതിൻ്റെ താളവും അതിൻ്റെ രീതിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരു കൂട്ടമായിട്ടിരുന്ന് കാണേണ്ട സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു ഫീൽ അത് എല്ലാവരും കൂടെ ഒരു ആരവത്തിലിരുന്ന് കാണുമ്പോഴാണ് സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നത്. ഒരു പുസ്തകം പോലല്ലോ. പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരാൾ തനിച്ച് വായിക്കുന്നതാണ്. അപ്പോൾ ഒരു എഴുത്തുകാരന്
ഒരു പുസ്തകം എഴുതുമ്പോൾ അയാൾക്ക് ഒരാളിലേക്കാണ് ഫോക്കസ്, ഒരാൾ ഇരുന്ന് വായിക്കുന്നു. പക്ഷേ സിനിമ അങ്ങനല്ല, ആ സംവിധായകനും അതിൽ അഭിനയിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അവരൊരുമിച്ച് ആരും ഉയർത്തുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും അല്ലേ? അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണിത്. അതിൻ്റെ സൗണ്ട്, അതിൻ്റെ വിഷ്വൽസ്, അതൊക്കെ സാധാരണ സിനിമയിൽ കാണാത്ത സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ ക്യാമറ വർക്കായാലും അതിൻ്റെ ആർട്ട് ആയാലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയായാലും ഒക്കെ ഒരു ചെറിയ ചട്ടക്കൂടിൻ്റെ അകത്തിരുന്ന് കാണേണ്ട സിനിമയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയ കാര്യം ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടിട്ടേ കുഴപ്പമില്ല, ഇത് ഞങ്ങൾക്കിത് ഫോണിൽ കാണാം എന്ന് പറയാൻ സാധ്യതയില്ല. ഇത് തിയേറ്ററിൽ തന്നെ കാണണം, ഇതിലും വലിയതായിട്ട് കാണാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ആഗ്രഹിക്കാവുന്ന സിനിമയാണ്. ഇതിനു മുമ്പ് താങ്കൾ വലിയൊരു മേക്ക് ഓവർ ഒക്കെ നടത്തിയ സിനിമയായിരുന്നു ഒടിയൻ. അന്ന് അതിന് ഭയങ്കരമായ ഹൈപ്പ് ഉണ്ടാക്കി, പക്ഷേ തിയേറ്ററിൽ ആ പടം വേണ്ട നിലയ്ക്ക് സ്വീകരിക്കുകയും ചെയ്തില്ല. അന്ന് അതിൽ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, അതിന് ഉണ്ടായൊരു ഹൈപ്പാണ് ആ സിനിമയ്ക്ക് തിരിച്ചടിയായി മാറുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് വരുമ്പോൾ? രണ്ടും രണ്ട് സിനിമകളാണ്. അന്നും ആ സിനിമയും ഒരു മോശം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ആ സിനിമയുടെ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, പ്രതീക്ഷ. പിന്നെ ചില സിനിമകളെ മനഃപൂർവ്വം ഇഷ്ടമല്ലാതാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളുള്ള സമയമാണിത്, മോശമായിട്ട് പറയുന്നതല്ല. അപ്പോൾ അതിനെ നമുക്ക് ഒടിയൻ എന്ന് പറയുന്ന സിനിമ അതും ഒരു മാജിക്കിൻ്റെ കഥയാണ് അല്ലേ? അതൊരു ഹ്യൂമൻ ഇമോഷൻസൊക്കെ ഉള്ളതാണ്. അത് എന്തുകൊണ്ട് ഓടിയില്ല എന്നുള്ളതൊരു പഠനമായിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. അതിലെ ഒരുപക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് ശരിയാകാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായതുകൊണ്ടാണ് അത് ശരിയാകാത്തത്. അത്തരം കുഴപ്പങ്ങളുണ്ടാകുമോ എന്ന് എനിക്കിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് നല്ല സിനിമയാണ്. ഒടിയനും എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല സിനിമയാണ്. കാര്യം ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ജയപരാജയങ്ങൾ ഇപ്പം ലോകത്തുള്ള എത്രയോ വലിയ സിനിമകൾ, വലിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ മോശമായി പോയിട്ടുണ്ട്. അതൊന്നും അതിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റില്ല. എത്ര വലിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ മോശം സിനിമ ഇല്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർ മോശമായി കണ്ട സിനിമകൾ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ടുണ്ട്. ഇതൊരു മാജിക് റെസിപ്പിയാണ്. ആ റെസിപ്പിയെക്കുറിച്ച് ലോകത്താർക്കും അറിയില്ല. നമ്മൾ ഒരു കറി ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഒരു നല്ല ഫുഡാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സംതൃപ്തി പോലെ തന്നെയാണ്. ഞങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ട് തരുന്നു, അത് രുചിച്ച് നോക്കിയിട്ട് അത് മധുരമാണെന്ന് പറയൂ, കയ്പാണെന്ന് പറയണ്ട. നേരെ വലിയ തരത്തിലുള്ള വിജയം നേടി താങ്കളെ തിരിച്ചു കിട്ടിയെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വില്ലനിലും പ്രണയത്തിലും അതുപോലെ തന്നെ ഭ്രമരത്തിലുമൊക്കെ ഒരുപാട് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇടക്കാലത്ത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കുറഞ്ഞു എന്ന് പലതരത്തിലുള്ള ആളുകളും ഇങ്ങനെ പറയുന്ന സാഹചര്യം ഒരു പീരീഡാണല്ലോ. സിനിമയ്ക്ക് മാത്രമല്ല, ലോകം മുഴുവൻ നിശ്ചലമായിരുന്നൊരു സമയമായിരുന്നല്ലോ കോവിഡൊക്കെ വന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സിനിമകളിലേക്ക് വരാനുള്ള ഒരു വെപ്രാളമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത സമയത്ത് ഇതൊരു വലിയ ഒരു ഇൻഡസ്ട്രി അല്ലേ, അതിൻ്റെ ചക്രം ചലിക്കണമെങ്കിൽ സിനിമകൾ ഉണ്ടാകണം. അപ്പോഴാണ് ഒരു OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നു. ഒരുപാട് പേര് OTTയിലേക്ക് സിനിമകൾ എടുത്തു. കാര്യം വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വലിയ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ, സിനിമാ കുടുംബത്തിലെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചില സിനിമകൾ എടുത്തു OTTക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലഘട്ടം മാറി. OTTയെക്കാളും തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ എല്ലാം OTT ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ കുറച്ച് സിനിമകൾ OTTയിൽ നിന്ന് മാറി തിയേറ്ററിലേക്ക്. അതൊന്നും തിയേറ്ററിന് വേണ്ടി എടുത്ത സിനിമയല്ല. ഇപ്പോൾ ഇതൊരു എസ്കേപ്പിസം ഒന്നും അല്ല പറയുന്നത്, ഇത് സത്യമാണ്. പിന്നെ എല്ലാ സിനിമയും ഓടണമെന്നൊന്നും നമ്മൾ ശടിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന സിനിമയെ അല്ലെങ്കിൽ കിട്ടുന്ന ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, എല്ലാ സിനിമയും വിജയമായി കൊള്ളണം എന്നില്ല. അപ്പം ഈ തിരിച്ചു വന്നു എവിടെയോ പോയി എന്നൊക്കെ പറയുന്നത് കുറച്ച് പേര് പറയുന്ന കാര്യമാണ്. അതിലൊന്നുമില്ല. ഞാൻ 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ ഒരു ജോലി ചെയ്യാനും അറിയില്ല. ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അല്ലാതെ സിനിമ ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് കിട്ടുന്ന ഞാൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അതിൽ റെസ്പോൺസിബിളാണ്, പ്രേക്ഷകരുൾപ്പെടെ. അപ്പോൾ എന്നെ മാത്രം കുറ്റം പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതുപോലെ സംഭവിക്കും. മലൈക്കോട്ട ബാലിബന് നല്ല ജാതകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാള സിനിമ വലിയൊരു മാറ്റത്തിന് വഴിയിലാണ്. പുതിയ ഒരുപാട് സംവിധായകർ വരുന്നു, സിനിമകളുടെ എണ്ണം കൂടുന്നു. അത്തരത്തിൽ സിനിമാ വ്യവസായത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു
മേഖല മലയാള സിനിമയായി മാറുന്നു. കണ്ടന്റ് ബേസിൽ അതിൻ്റെ കണ്ടന്റ് വളരെ പ്രത്യേകതയുള്ളതാകുന്നു. അതൊരു സൈക്കിളാണെന്ന് വിശ്വസിക്കുന്നു. പഴയ കാലങ്ങളിൽ എന്ത് വലിയ മലയാള സിനിമയ്ക്ക് വലിയ പേരുള്ള സമയമുണ്ടായിരുന്നു, അതൊരു കഴിഞ്ഞിട്ടൊരു ഡിറ്റീറിയേറ്റ് ചെയ്ത് പോയി, വീണ്ടും അത് തിരിച്ചു വരും. അത് എല്ലായിടത്തും ഉണ്ടാകും. തമിഴ് സിനിമയിൽ അത്യന്തം മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, തമിഴിലുണ്ടാകുന്നുണ്ട്, നമ്മൾക്കറിയുന്നില്ല. അങ്ങനെ നമുക്ക് ആ ഭാഷയിൽ വളരെ മനോഹരമായ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, തെലുങ്കിലുണ്ടാകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതൊരു ചെറിയ സിനിമകളായാലും വളരെ വിജയമായി മാറുന്ന സിനിമകളുണ്ട്. എല്ലാ വലിയ സിനിമകൾ മാത്രം ഓടണം എന്ന് ശടിക്കുന്ന ആൾക്കാരല്ല. നല്ല സിനിമ എന്ന് പറയുന്നത് നമുക്ക് അത് കണ്ടുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ, എന്തെങ്കിലും അതിൽ നിന്ന് കൊണ്ടുപോകാനും കൂടെ കിട്ടുന്നൊരു സിനിമയാണെങ്കിൽ, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ പറ്റിയ സിനിമകളിലാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ സിനിമയാവും. അങ്ങനെ സിനിമകളുണ്ടാകട്ടെ, പുതിയ ആക്ടേഴ്സ് ഉണ്ടാകട്ടെ, പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാകട്ടെ, മലയാള സിനിമ ഗംഭീരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമ മാത്രമല്ല, സിനിമ അതാണ്. അതിന് മലയാളം, അതിന് കാലദേശങ്ങളില്ല. നമ്മുടെ വാലിബനിൽ പറഞ്ഞ പോലെ തന്നെ ദേശങ്ങളുമില്ല, കാലങ്ങളുമില്ല. സിനിമ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയുടെ ഒരു രീതി, അതിൽ ഫോക്ലോറുണ്ട്, അതുപോലെ തന്നെ മിത്തുകളുണ്ട്, കഥകളുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റേത്. പറയാത്ത ഒരുപാട് ഫാൻറ്റസീസ് ഒക്കെ പറഞ്ഞു വെക്കാനും സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വൈൽഡായിട്ടുള്ള ഐഡിയാസൊക്കെ പ്രതിഫലിച്ചൊരു സിനിമയാണോ ഇത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ യാത്രയോടൊപ്പം നടക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. വാലിബനും ഉറപ്പായിട്ടും തികച്ചും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നിങ്ങൾ ഈ പറയുന്ന ആ ഭ്രാന്തമായ ചിന്തകളൊക്കെ കടന്നു പോകുന്ന സിനിമ തന്നെയാണ്. ഉറപ്പായിട്ടും ഭ്രാന്തമായ അതെ അത്തരം ചിന്തകളിലൂടെ ഒക്കെ തന്നെ കടന്നു പോകുന്ന സിനിമ തന്നെയാണ് വാലിബൻ. ഈ മൊത്തത്തിൽ ഈ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്, കാണുമ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങളൊരു സിനിമ ചെയ്തിരിക്കുന്നു, 25-ാം തീയതിയാണ് റിലീസ്. നിങ്ങൾ കാണൂ, കണ്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കൂ. തിയേറ്ററിൽ കാണുക. അതാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ആവർത്തിച്ച് പറയുന്നത്. അത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ ആയതുകൊണ്ടാണ്. ഏതാണെങ്കിലും എല്ലാവിധ ആശംസകളും. സിനിമ നിങ്ങൾ കരുതിയതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്വീകരിക്കട്ടെ. വരുന്ന കാലത്ത് ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മലയക്കോട്ട വാലിബൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു.